ഹായ് ഗായ്സ്, വെൽക്കം ടു H4E മ്യൂസിക്. ഞാൻ ഹജീബ് ഖാൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്മാർട്ട് വാച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സെലിക്കോർ എന്ന ബ്രാൻഡിന്റെ M7 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചാണ്. നമുക്ക് തുറന്നു നോക്കാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ഇത്ര ഐറ്റംസ് ഉള്ളത്. ഇത് വാച്ചാണ്, യൂസർ മാനുവലാണ്, ചാർജിങ് കേബിള്, പിന്നെ സ്ട്രാപ്പ്. അവരുടെ പ്രൊഡക്റ്റുകളുടെ മാനുവൽസ് ആണ്. സെലിക്കോർ സ്മാർട്ട് വാച്ചിൻ്റെ പിന്നെ വാറണ്ടി കാർഡ് വരുന്നുണ്ട്. അത് വാച്ചിൻ്റെ യൂസർ മാനുവൽ തന്നെയാണ്. എത്ര ഐറ്റംസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ സ്ട്രാപ്പ് നമുക്ക് തന്നെ ഇടാൻ പറ്റാവുന്നതാണ്. ഇത് പിന്നെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇട്ടാൽ മതി. ചാർജിങ് കേബിൾ വരുന്നുണ്ട്. മാഗ്നറ്റ് ടൈപ്പാണ്. അറ്റത്ത് 2 മാഗ്നറ്റ് വരും. അത് ചാർജിങ്ങിൻ്റെ പിന്നെ 2 വരുന്നുണ്ട്. വാച്ച് എടുത്ത് നോക്കാം. അതാണ് വാച്ച് വരുന്നു. പിന്നെ ജസ്റ്റ് വെച്ചാൽ മതി. അത്യാവശ്യം ടൈറ്റ് ഉണ്ട്, പെട്ടെന്നൊന്നും പോരില്ല. ഇതുമ്പോൾ വാച്ചുമ്പോൾ വരുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ കാണുന്ന സെൻസറാണ്. ഇത് ചാർജിങ് പോർട്ട്. പിന്നെ ഇതാണ് സ്പീക്കർ ഈ സൈഡിൽ വരുന്നത്. ഇത് നമ്മൾ LED ഡിസ്പ്ലേ ആണ്. പിന്നെ ഒരു റൊട്ടേറ്റിംഗ് ക്രൗൺ വരുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു പ്രസ് ബട്ടൺ വരുന്നുണ്ട് ഇവിടെ. അതാണ് ഈ മെനു കാര്യങ്ങളൊക്കെ ഇതിലാണ് ഉള്ളത്. പിന്നെ ഈ കാണുന്നത് മൈക്കാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതൊന്ന് ജസ്റ്റ് വായിക്കാം. 1.43 AMOLED ഡിസ്പ്ലേ ആണ്. 700 nits ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓപ്ഷൻ വരുന്നുണ്ട്. സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്ഷൻ വരുന്നുണ്ട്. മൾട്ടിപ്പിൾ മെനു സ്റ്റൈൽ വരുന്നുണ്ട്. ക്വിക്ക് റിപ്ലൈ, കോഡിന് ക്വിക്ക് റിപ്ലൈ കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഹിന്ദി ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യും. റൊട്ടേറ്റിംഗ് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഓൺ ആവുന്ന തരത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 100+ സ്പോർട്സ് മോഡിലുണ്ട്. ആക്യുറേറ്റ് ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹാർട്ട് റേറ്റ് ഒക്കെ ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. ബ്ലൂടൂത്ത് കോളിംഗ്, മ്യൂസിക് കൺട്രോള്. മ്യൂസിക് നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ നമുക്ക് കേൾക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്പീക്കർ ഉണ്ടല്ലോ. പിന്നെ വോയിസ് അസിസ്റ്റൻസ് വരുന്നുണ്ട്, അതൊക്കെ കാണിച്ചിടാം. ഡെഡിക്കേറ്റഡ് മൾട്ടി ഫങ്ഷൻ ബട്ടൺ. ഈ ബട്ടൺ നമുക്ക് ക്രൗൺ ആയിട്ട് യൂസ് ചെയ്യാം, പ്രസ് ബട്ടൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, iOS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IP67 റേറ്റിംഗ് ഉണ്ട് കേട്ടോ അതിന്. അപ്പോൾ അത്യാവശ്യം വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇനി നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. അതിന് മുന്നേ ഈ സ്ട്രാപ്പ് ഒന്ന് ഇടുന്നുണ്ട്. ഇട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഓണാക്കുമ്പോൾ സെലിക്കോർ ബ്രാൻഡ് വരുന്നുണ്ട്. വാച്ചിൻ്റെ ഡിസ്പ്ലേസ് സ്റ്റൈല് മാറ്റാൻ പറ്റും. ഇങ്ങനെ ഇത്ര ഐറ്റംസിൽ വരുന്നുണ്ട്. ഇതിങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഓരോ മെനൂസ് വരുന്നുണ്ട്. ഹാർട്ട് റേറ്റിൻ്റെ ഓൺ ആകുമ്പോൾ ഇവിടെ സെൻസർ വർക്ക് ചെയ്യും. നമ്മൾ ഹാർട്ട് റേറ്റ് വരുമ്പോൾ വെക്കാൻ പറയുന്നത് കണ്ടില്ലേ, 88 കാണിക്കുന്നുണ്ട്. ഇത് മ്യൂസിക് കൺട്രോളിങ് ഇതിൽ കിട്ടും. ഇത് വെതറിൻ്റെ ഓക്സിജൻ ലെവൽ നോക്കാനുള്ള. പിന്നെ ഇത് കോളിങ്ങിൻ്റെ ഓപ്ഷനാണ്. ഇത് കോണ്ടാക്ട്സ്, കോൾ ഹിസ്റ്ററി, ഡയൽ പാഡൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് മേലെന്ന് അടിക്കാക്കി കഴിഞ്ഞാൽ ഈ സെറ്റിങ്സും ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്. ഇതിൽ ഈ QR കോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ ഇതിൻ്റെ ആപ്പ് എടുക്കാൻ പറ്റും. മൊബൈലിലെ ആപ്പ് വരുന്നത്, ഇതിൻ്റെ പേര് കോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. ഓപ്പൺ ആക്കി വരുമ്പോൾ ഇങ്ങനെ വരും. ബ്ലൂടൂത്തും ലൊക്കേഷനും ഓണാക്കി കൊടുക്കണം, എന്നാലാണ് വാച്ച് കണക്റ്റ് ആവുള്ളൂ. കണക്റ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെ വരും. ഈ കാണുന്ന ഓപ്ഷനാണ് കണക്ട് ചെയ്യാനുള്ളത്. അത് വാച്ചും മൊബൈലും കണക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ അലാറം വരുന്നുണ്ട്, ബ്രൈറ്റ്നസ്, അങ്ങനത്തെ കാര്യങ്ങൾ. സെറ്റിങ്സ് വരുന്നത്, സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പാസ്വേഡ് കൊടുക്കാൻ പറ്റും. നോട്ട് ഡിസ്റ്റർബ് വരുന്നുണ്ട്, മെനു സ്റ്റൈല്, പിന്നെ സിസ്റ്റം കൺട്രോൾ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നത്, അതായത് ഇങ്ങനെ ഓണാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഡിജിറ്റലാണ്. അത് നോക്കാം നമുക്ക്. ഇങ്ങനെ വരിക. ഇനി ഡിജിറ്റൽ അല്ല നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ പോയിൻ്റർ ഡയലുണ്ട്, അതിട്ട് നോക്കാം. അപ്പം ഇങ്ങനെ വരും. ചെറിയ
ലൈറ്റായിട്ട് കാണുന്ന തരത്തിൽ ഓഫാക്കിയാൽ പിന്നെ വരില്ല. ഇനി ഇതിൻ്റെ മെനു കിട്ടണമെങ്കിൽ ഈ പ്രസ് ബട്ടൺ അമർത്തുക. ഒക്കെ തന്നെ മെനൂസാണ്. മ്യൂസിക്, വെതർ, ഫൈൻഡ് മൈ ഫോൺ. ഇതിൽ അടിച്ചു കഴിഞ്ഞാൽ ഫോൺ എവിടെയുള്ളതെന്നുള്ളത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ബീ സൗണ്ട് വരും. അതേപോലെ തിരിച്ച് ഇതിലും ഡിവൈസ് കണ്ടുപിടിക്കാനുള്ള ഇതുണ്ട്. ഇതിൽ ഓപ്ഷൻ വരുന്നുണ്ട്, ഫൈൻഡ് വാച്ച് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷെ ഇതിലിങ്ങനെ അടിക്കും, ഇതിൽ സൗണ്ട് വരും. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപിടിക്കാൻ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. അതുപോലെ സ്പ്ലിറ്റ് സ്ക്രീൻ ആണെച്ചെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടാക്കിയാൽ സ്പ്ലിറ്റ് സ്ക്രീനാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്ത ആപ്പുകൾ ഇവിടെ ലാസ്റ്റ് യൂസ് ചെയ്ത ആപ്പുകൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. അതിൽ നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ വരുന്നത് സ്പോർട്സ് മോഡുകൾ വരുന്നുണ്ട്. റണ്ണിങ്, ട്രെഡ്മില്ല്, വാക്കിങ്, സൈക്ലിങ്, ക്ലൈംബിങ്, ബാസ്കറ്റ് ബോള്, ബാഡ്മിൻ്റൺ, ഫുട്ബോൾ, യോഗ, അങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ആക്ടിവിറ്റികൾ നേരത്തെ നമ്മൾ കണ്ടിരുന്നു. പിന്നെ വരുന്നത് ഹാർട്ട് റേറ്റ്, സ്ട്രെസ് മോണിറ്റർ ഉണ്ട്, സ്ലീപ്പ് മോണിറ്റർ ഉണ്ട്, പ്രഷർ, SpO2, ബ്രീത്തിങ് എക്സർസൈസ് വരുന്നുണ്ട്, നോട്ടിഫിക്കേഷൻസ്. ഇതിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷൻസ് ഇതിൽ തന്നെ വരും. ഇതിലുണ്ട്, നമുക്ക് ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. SMS, മെസ്സഞ്ചർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ജിമെയിൽ, പിന്നെ ലിങ്ക്ഡിൻ, യാഹൂ, ടെലിഗ്രാം ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലുള്ള ആപ്പുകളുടെ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ അത് ഓണാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും വരും. പിന്നെ ഇതിൽ വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലാറം വരുന്നുണ്ട്, മ്യൂസിക് കൺട്രോൾ, വെതർ, ക്യാമറ, ഷട്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ക്യാമറ, മൊബൈൽ ക്യാമറ ഓണാക്കിയിട്ട് ഇത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ റിമോട്ട് മാതിരി യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ അകലെന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പ്രസ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റും. സ്റ്റോപ്പ് വാച്ച്, ടൈമർ, വേൾഡ് ക്ലോക്ക്, വോയിസ് അസിസ്റ്റൻസ് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കിട്ടും. ടെൽ മീ വെദർ പ്ലീസ്. Sure thing. In Venkatappu, Kerala, India, the current weather is partly cloudy with a temperature of 30 degrees Celsius. It feels a bit hotter though, around 35 degrees due to the humidity. There's a 32% chance of rain. അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ തന്നെ ചോദിച്ചിട്ട് കിട്ടും. പിന്നെ മനുഷ്യൽ സ്ട്രൈക്കുകളുടെ ട്രാക്കിംഗ് ഉണ്ട്. അതിലൊരു നല്ലൊരു ഓപ്ഷൻ ഉള്ളത് കോഡുകൾ, നമ്മളെ QR കോഡുകൾ ഇതിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ 3 QR കോഡ് ഇതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് GPayയുടെ ആണ്. അപ്പോൾ നമ്മുടെ GPayയുടെ QR കോഡ് ഇതിൽ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മൊബൈൽ എടുത്തത് ഓണാക്കിയിട്ട് കാണിക്കണ്ട, നേരെ ഇതെടുത്ത് കഴിഞ്ഞാൽ ഇത് സ്കാൻ ചെയ്താൽ നമുക്ക് പൈസ സെൻഡ് ചെയ്യാൻ അവർക്ക് പറ്റും. അതേപോലെ തന്നെ Paytm, പിന്നെ അതേപോലെ ഫോൺപേ നമുക്കിതിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും ഇതൊക്കെ. പിന്നെ വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം ഉണ്ട്. ഇതിൽ ചെറിയൊരു ഗെയിം എടുക്കുന്നുണ്ട്. നമ്മൾ പണ്ടത്തെ മൊബൈലിലൊക്കെ കളിച്ചിരുന്ന മറ്റൊരു ഗെയിമും. കുഴപ്പമില്ല, വെറുതെ രസം അത്രേ ഉള്ളൂ. എത്ര ഐറ്റംസ് ഇതിൽ വരുന്നുണ്ട്. ഇനി മൊബൈലിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ളത് കാണിച്ചുതരാം. വാച്ച് ഫേസ് ഗാലറീസ് ആണ് ഇതൊക്കെ. ഇതിലിപ്പോൾ ഈ ഒരു വാച്ചാണ് അതിലേക്ക് എടുക്കുന്നത്. നമുക്കിതൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിലേക്ക് ആക്കാം. നമ്മൾ നേരത്തെ ഇതിൽ കാണിച്ചത് ഇതിലിങ്ങനെ മാറ്റാവുന്നത് ഇതിൽ ഓൾറെഡി എടുക്കുന്ന ഇത്ര ഐറ്റംസുകളുണ്ട്. ഇത് നമ്മൾ മൊബൈലിൽ നിന്ന് കയറ്റണമെന്നാണ്. ഇനി വേറെ കയറ്റണമെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇത് എടുത്തു വിചാരിക്കാം. ഡൗൺലോഡിങ് ആണ്. അത് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് കയറുന്നതാണ്. ഈ ഒരു മോഡലാണ് അതിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വാച്ച് ഇതിലേക്ക് കയറി. മറ്റേ വാച്ചുകൾ അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. ആ ലാസ്റ്റത്തെ മോഡൽ മാത്രം മാറുള്ളൂ. നമുക്ക് കസ്റ്റമായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട് ഇതിൽ. ഈ കസ്റ്റം ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ പിക്ചർ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മൊബൈലിൽ എടുക്കുന്ന പിക്ചർ സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിൽ വാച്ചിൻ്റെ സൂചി എങ്ങനെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇതിൻ്റെ ചുറ്റുപാടുള്ള നമ്പേഴ്സ് എങ്ങനെ കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇതിൽ നമുക്കിതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ്, ഹാർട്ട് റേറ്റ്, കലോറീസ്, ഡിസ്റ്റൻസ് ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും ഇതിൽ. പിന്നെ ഇവരായിട്ട് തരുന്ന കുറച്ച് മോഡൽസ് ഉണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ കസ്റ്റമായിട്ട് ചെയ്ത് കാണിക്കണമെങ്കിൽ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിലേക്കാവും കേട്ടോ. പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്. ഒരുപാട് സമയം എടുക്കുന്നില്ല. ആവുന്നു.
സിമ്പിളായിട്ട് ആവുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് നോട്ടിഫിക്കേഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻകമിങ് കോള് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോണ് വരുമ്പോൾ ഇതിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സൈലൻഡർ റിമൈൻഡർ, ഡ്രിങ്കിങ് വാട്ടർ റിമൈൻഡർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാക്ക് ലൈറ്റ്, റൈസ് ടു വെയ്ക്ക്, മൈൻഡ് വാച്ച്, ട്രാക്കർ, ക്യാമറ ഇതാണ്. ക്യാമറ ഇപ്പം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ ഇതിലാണ് ആ കോഡ് ആഡ് ചെയ്യുന്നത്, റെസീറ്റ് കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇതിലാണ് ആഡ് ചെയ്യുന്നത്. GPay, Paytm ആണ്. നമുക്ക് ആഡ് ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് ടൈറ്റിൽ കൊടുക്കുമ്പോൾ എന്താണ് എന്തിൻ്റെയാണ്. ഇപ്പം ഞാൻ GPay, Paytm എന്നൊക്കെ പറഞ്ഞ മാതിരി ഇതിലെന്താണ് വേണമെങ്കിൽ പേര് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആ QR കോഡ് അതിലേക്ക് ആഡ് ചെയ്താൽ മതി. അതവിടെ സേവ് ആക്കി എടുക്കും. സ്പോർട്സ് മോഡുകൾ ഇതിൽ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഓൺ ആക്കിയിട്ട് അടിക്കുമ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക് ഇതിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റാറ്റസ്, എല്ലാ സ്റ്റാറ്റസും ഇതിൽ കാണിക്കും. നമ്മൾ എത്ര സ്റ്റെപ്പ് ഉണ്ട്, എത്ര കലോറി ബാൻ ചെയ്തു, എല്ലാ കാര്യങ്ങളും ഇതിൽ കാണിക്കും. ഹാർട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ. ഇത്ര ഐറ്റംസ് ആണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാച്ചാണ്. പവർ കണക്ട് ചെയ്ത് കാണിച്ചുതരാം. ചാർജിങ് കാണിക്കുന്ന ഒക്കെ നമ്മളെ മൊബൈൽ ചാർജറോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ കണക്ട് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. കുഴപ്പമില്ല. പിന്നെ ഇത് സ്ട്രാപ്പുകളും നമുക്ക് ഇതിൽ മോഡലിൽ വരുന്നത് 2 മോഡൽ 3 മോഡലായിട്ടാണ് വരുന്നത്. ഒരു പച്ച കളർ കാണിക്കുന്നുണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് അങ്ങനത്തെ കളർ, പക്ഷെ അത് അവൈലബിൾ ആയിട്ട് വരുന്നില്ല. ഇത് ഓറഞ്ച് സ്ട്രാപ്പ് നമുക്ക് ഓൺലൈനിൽ തന്നെ മേടിക്കാൻ പറ്റുന്നുണ്ട്. ഇത് ആമസോണിൽ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. 2-3 റേറ്റുകൾ പലതിലും കാണിക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ആവശ്യമുള്ളവർ വേണമെങ്കിൽ ലിങ്കും കൂടി ഇടാം. ആവശ്യമുള്ളവർ അതിന് മേടിച്ചാൽ മതി. എന്തായാലും നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, ഷെയർ, കമൻ്റ് ഒക്കെ തരണം. ഇത് നല്ല പ്രൊഡക്റ്റ് ആണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. എന്തായാലും ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ അതിന് ശേഷം ഞാൻ റിവ്യൂ ഇടാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്തൊരു വാച്ചായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് കിട്ടി നടക്കാനായാലും അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ആണ്, AMOLED ആണ്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ മേടിച്ചു. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. തൽക്കാലം സൈനിങ് ഓഫ് അജിത്. ഗുഡ് ബൈ.